ഓട്ടോ പിന്നെ പുഷ്പാസനം കേട്ടോ വഴി 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 സജീവ അവരുടെ മൊബൈൽ മാറ്റി അതാണ് ഉദ്ദേശം. കളി ഭഗവാനെ നായനാരുടെ ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല, ഞാൻ അതിൻ്റെ നെറ്റിയിലുമല്ല. സാറ് തന്നെ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ. അല്ല, അതൊക്കെ പിന്നെ വേദിയല്ല. ഇന്ന് ഇ കെ നായനാരുടെ വീട്ടിൽ സന്ദർശിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ് ആദ്യം. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, അങ്ങനല്ല. അതങ്ങനെ തന്നെയാണ്. സന്ദർശനത്തിലപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല. എന്ത് മോശപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ട്? നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. ഇനി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ശേഷം ആദ്യമായി നാട്ടിലേക്ക് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമാണ്. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. അങ്ങയുടെ മന്ത്രിസ്ഥാനം കേരളത്തിന്റെ ടൂറിസം വികസനം തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസമാണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അതിനുള്ള വേദിയല്ല. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ചെയറിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമുള്ള താങ്കളെ പിന്തുണച്ച് അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവര് തൃശ്ശൂർ മേഖലയിൽ നിന്ന് CPM വിശദീകരണം തേടി ഇന്നലെ ഞാൻ പറഞ്ഞില്ല. ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവർക്ക് ചർച്ചിച്ചോട്ടെ. ഞാൻ അതിൻ്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടിൻ്റെ രൂപത്തിലാണെന്ന് അങ്ങനെ അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താർ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എല്ലാവരും ചേർത്ത് നിർത്തും. എന്നെ അവർ ചേർത്ത് നിർത്തുമെന്നാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. സാറേ, മേയർക്ക് അടുപ്പം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? കേരളത്തിന്റെ ഭാരതത്തിൻ്റെ മൊബൈൽ സഹമന്ത്രി. പിന്നെ എന്താണ് നീതി നിർവഹണം ഭരണത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്? പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച കോഴിക്കോട് വീണ്ടും ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് വേണമെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. ജനത്തിന് മയക്കും താങ്കൾ ഏതെങ്കിലും സ്ഥലം ഉദ്ദേശിക്കുന്നുണ്ടാവും?
അല്ല, അതാ പറഞ്ഞത്, എനിക്കും എൻ്റെതായ അവകാശമുണ്ട്. എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അത് രാഷ്ട്രീയ തീരുമാനം എന്നാണ് എം കെ രാഘവൻ പറഞ്ഞത്. അതിനെന്തായിരിക്കും മറുപടി? അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു എന്താണ് ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രതീക്ഷിക്കാം ഒരു